ഹായ് ഓൾ. ബോച്ചേറ്റി ലോഗിൻ ചെയ്ത സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ bochetti.com എന്ന് പറയുന്ന സൈറ്റ് ലോഗിൻ ചെയ്യുക. അതിൻ്റെ മേളിൽ കാണിക്കുന്ന സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫൊർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ആ കാണിച്ചിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നുണ്ടാവും. ആ OTP എന്താണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ആ OTP നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ എൻ്റെ OTP നമ്പർ എനിക്ക് ബോച്ചെറ്റിയിൽ നിന്ന് വന്ന OTP നമ്പർ അടിച്ചു കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ താഴെ ന്യൂ പാസ്വേഡ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ന്യൂ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. മൊത്തം കൂടെ നോക്കിക്കഴിഞ്ഞാൽ 8 ക്യാരക്ടർ ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നത് രീതിയിൽ വരും. അതിനുശേഷം ഇപ്പം അപ്ഡേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ച് ഒന്നും കൂടെ സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ നമ്പർ അടിച്ചിട്ട് പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യേണ്ടതാണ്. ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് ലോഗിൻ ആവും. ചില ഫോണുകളിൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വരും. അത് ഒന്നും കൂടെ കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ പ്രൊഫൈലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളത് ടിക്കറ്റ് എങ്ങനെ നോക്കുന്നത്, നമുക്ക് പ്രൈസ് അടിച്ചാൽ ഇങ്ങനെ അറിയാൻ പറ്റുന്നതൊക്കെയാണ്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ക്യാഷിൻ്റെ നമ്മൾ മുകളിൽ ആഡ് ക്യാഷിൻ്റെ തൊട്ടിപ്പുറത്തുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. മൈ ടിക്കറ്റ്സ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ടിക്കറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ടിക്കറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ഡ്രോ ആണ്. ആ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് ഡ്രോ ID എന്ന് കാണുന്നത് ഓരോ ദിവസത്തെയും ഡ്രോ ID ആണ്. അപ്പോൾ മൈ ബാലൻസ് നോക്കുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 0 ആണ് കിടക്കുന്നത്. കാര്യം ഞാൻ അതിലുള്ള എല്ലാം വിഡ്രോ ചെയ്തെടുത്തായിരുന്നു. എനിക്ക് വിന്നിങ്ങിൽ അടിച്ച എമൗണ്ടാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത്രയും രൂപ, ഏകദേശം 2200ഓളം രൂപ ഇതുവരെ ബോച്ചെറ്റിയിൽ നിന്ന് എനിക്ക് സമ്മാനമായിട്ട് വന്നു. അതെല്ലാം ഞാൻ വിഡ്രോ ചെയ്തത്, ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തതിൻ്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ അത് വിഡ്രോ റിക്വസ്റ്റാണ് നിങ്ങളത് കാണുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ബോച്ചെറ്റി ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.